മലയാള സിനിമയിലെ നടിമാരെയും ഈ സിനിമയെ മേഖലയുമായിട്ട് പ്രവർത്തിക്കാൻ വരുന്ന സ്ത്രീകളെയൊക്കെയും സിനിമാ മേഖലയിലെ നടന്മാരും ടെക്നീഷ്യന്മാരും നിർമ്മാതാക്കൾ സംവിധായകർ ഉൾപ്പെടെയുള്ള എല്ലാ പുരുഷന്മാരും ലൈംഗികമായിട്ട് ഉപദ്രവിക്കുന്നുണ്ട് എന്ന തരത്തിലെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുമ്പോൾ കൊല്ലം തുളസി എന്ന ഒരു നടനെ വിളിച്ച് ഒരു അഭിമുഖം നടത്തുകയുണ്ടായി. അതിനകത്ത് അയാൾ പറയുന്ന ചില വെളിപ്പെടുത്തൽ, തൻ്റെ വാതിക്കൽ പെണ്ണുങ്ങൾ മുട്ടിയിട്ടുണ്ട്. ഒരു ആണിന് പെണ്ണിൻ്റെ കിടപ്പറയിലല്ലേ തട്ടാൻ പറ്റുള്ളൂ, അതൊരാണിന് തെറ്റില്ല. അതായത് ആണിന് പെണ്ണിൻ്റെ കിടപ്പറയിൽ മുട്ടുന്നതിൽ അയാൾ ഒരു തെറ്റും കണ്ടിട്ടില്ല. ഏറ്റവും അവസാനം അവതാരം ചോദിക്കുന്നു, നിങ്ങളുടെ പേരിൽ വല്ല ആരോപണം വരുമോ, നിങ്ങൾ ആരെങ്കിലും പീഡിപ്പിച്ചിട്ടുണ്ടോ? യാതൊരു എളുപ്പവും ഇല്ലാതെ ഇത്ര ആളുകളുടെ മുഖത്ത് നോക്കിയിട്ട്, അല്ലെങ്കിൽ ഇതൊക്കെ സോഷ്യൽ മീഡിയയിലോട്ട് വരുന്നതാണെന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു വകതിരിവില്ലാത്ത ഇയാൾ പറയണോ, അതിന് എൻ്റെ സാധനം പൊങ്ങത്തില്ലല്ലോ, നൂല് പോലത്തെ സാധനമാണ്, അതിനി ആരെങ്കിലും പിടിച്ച് അകത്തോട്ട് വെച്ചെന്ന് പറഞ്ഞ് വല്ല പരാതി എൻ്റെ പേര് കൊടുക്കുമെന്ന് അറിയത്തില്ല, ഞാൻ പെണ്ണുങ്ങളെ പീഡിപ്പിച്ചിട്ടില്ല. പിന്നെ ഒരു പുരുഷൻ എന്ന നിലയിൽ തനിക്ക് അങ്ങനത്തെ മോഹങ്ങളൊക്കെ ചെറുതായിട്ടുണ്ട്. ക്യാൻസർ വന്ന സമയത്ത് തനിക്ക് ആരുമില്ല, ഭാര്യ എല്ലാവരും തന്നെ ഉപേക്ഷിച്ചിട്ട് വന്നത്. അത് ഇതുപോലത്തെ വിവരക്കേടല്ലേ പറയുന്നത്? ഇയാളെയൊക്കെ സഹിക്കുന്നതിനൊരു പരിധിയുണ്ടല്ലോ. പിന്നെ വില്ലൻ വേഷങ്ങളൊക്കെ കിട്ടിയതുകൊണ്ടാണെന്ന് തോന്നുന്നു തന്നോടൊന്നും ആൾക്കാർക്ക് വലിയ താല്പര്യമൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. മോഹൻലാലിനോടും അങ്ങനെയുള്ള മുൻനിര നായകന്മാരുടെ നടിമാരൊക്കെ ആണെങ്കിൽ പെണ്ണുങ്ങൾക്ക് ആക്രാന്തം മൂത്ത് അങ്ങ് ചെന്നുകൊണ്ടിരിക്കുക. സ്ത്രീകൾക്ക് ഗർഭപാത്രം പ്രസവമൊക്കെയുള്ള ഒരു അവകാശം കിട്ടിയതുകൊണ്ടാണ് ഈ ആണുങ്ങളെ പെണ്ണുങ്ങളുടെ പുറകെ പോകണം. ഇല്ലെങ്കിൽ ഈ കണ്ട പെണ്ണുങ്ങളെല്ലാം ആണുങ്ങളുടെ പുറകെ വന്ന് ഈ ആണുങ്ങളെ ജീവിക്കാൻ സമ്മതിക്കാത്ത രീതിയിലേക്ക് പോയേനെ. അപ്പോൾ ഇത്തരത്തിലുള്ള സുദീർഘമായ ചില നിലപാടുകളൊക്കെയാണ് തുളസിച്ചേട്ടൻ പറയുന്നത്. അപ്പോൾ വന്ന് മൂത്രം കുടിച്ച് ഇത്രയും ലക്ക് കെട്ടുപോയ ഒരവസ്ഥയിലാണ് അദ്ദേഹം ജീവിക്കുന്നത്. ഇതിനു മുന്നേ തുളസിച്ചേട്ടനാണെങ്കിൽ മൂത്രം കുടിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കാൻ, മൂത്രത്തിൻ്റെ ഇത്ര അളവ് കുടിക്കണമെന്നൊക്കെ പറഞ്ഞ് ഒരു ഗ്ലാസ്സിൽ എടുത്തുകൊണ്ട് വന്നപ്പോൾ ഇതിൻ്റെ അവതാരകൻ ചെന്നപ്പോഴത്തേക്ക് ഓടി പുറകോട്ട് മാറി നിന്നു. സത്യത്തിൽ ഇത്രയും നിലവാരമില്ലാത്ത, യാതൊരു ബോധവും ഉളുപ്പവും ഇല്ലാത്തത്, ഇതിനെയൊക്കെ പിടിച്ചു നിർത്തി അഭിപ്രായം ചോദിക്കാൻ വെക്കുന്ന ചാനൽ ചർച്ച നടത്തുന്ന തെണ്ടികളെ വേണം തല്ലിക്കൊല്ലാൻ. കാരണം എന്നാണ് പറയുന്നത്, ബോധമില്ലായ്മ അലങ്കാരമായിട്ട് കൊണ്ടു നിൽക്കുന്നത്. തുളസിച്ചേട്ടൻ പറഞ്ഞ മനോഹരമായ ഒരു കമൻറ്റാണ്, എനിക്ക് എൻ്റെ സാധനം പൊങ്ങത്തില്ല, ഞാനാണല്ല. പിന്നെ ഈ പറയുന്ന പൊട്ടൻ പറയുന്നു, പണ്ട് ആ തുളസി എന്നുള്ള പേര് കേട്ടോണ്ട് ആരാണ് നിർമ്മാതാക്കളൊക്കെ ഇയാളുടെ അടുത്ത് പോയി ഇയാൾക്ക് റൂം നിർമ്മാതാവിൻ്റെ അടുത്ത് കൊടുത്തു. എന്നിട്ട് രാത്രി പോയി കൂടത്തി കിടന്നിട്ട് ഇയാൾ അനങ്ങിയില്ല. കുറേ കഴിഞ്ഞപ്പോൾ അയാൾക്ക് മനസ്സിലായി ഞാൻ പെണ്ണല്ല എന്ന്, അന്നേരം ഏറ്റുപോയെന്ന്. അപ്പോൾ ഇയാൾ പറയുന്നതിൽ എവിടെയും ലോജിക്കുണ്ടോ? അപ്പോൾ ഒന്നും പറയാനില്ല. ഊളത്തരത്തിന് കയ്യും കലും വെച്ച ദൈവത്തോർത്ത് ഇതുപോലത്തെ പ്രാന്ത് പിടിച്ചതുങ്ങളെയൊന്നും കൊണ്ടുവന്ന് വെക്കല്ലേ പ്ലീസ്.